എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷനിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എക്സാം അടുക്കുന്തോറും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു തോന്നലാണ് എൻ്റെ പ്രിപ്പറേഷൻ അത്രയ്ക്ക് പോരാ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കവർ ചെയ്യാനുണ്ടെന്നുള്ള തോന്നൽ. അബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ്. ഈ എക്സാം സീരിയസ് ആയി എഴുതുന്ന എല്ലാവർക്കും ഈ ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷൻ ഇല്ലാത്ത രണ്ട് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എല്ലാം പഠിച്ചവരും ഒന്നും പഠിക്കാതെ പോയി എഴുതുന്നവരും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയുടെ ഇടയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ തരത്തിലുള്ള സംശയങ്ങളും സെൽഫ് ഡൗട്ടും പേടിയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഫ്രൈഡേ എക്സാം കഴിയുന്നത് വരെ ഈ എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചോ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചോ ജോലി എപ്പോൾ കിട്ടും എന്നുള്ളതിനെ കുറിച്ചോ ഒക്കെ അങ്ങ് മറന്നേക്കുക. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇതുവരെ പഠിച്ചത് ഏറ്റവും നന്നായി റിവൈസ് ചെയ്യുക. നിങ്ങളുടെ നോട്ട്സ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫോർമുലേസ്, നിങ്ങൾ തെറ്റിയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കാനായി നിങ്ങളുടെ നോട്ട്സ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ഒരു ആഴ്ചയായി ഏറ്റവും കൂടുതൽ നമ്മുടെ മെന്റർ സപ്പോർട്ടിൽ വന്ന ഡൗട്ടുകൾ എന്ന് പറയുന്നത് കേരള PSCയുടെ റീസെൻ്റ് ആയിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസിലുള്ള ചില ചോദ്യങ്ങൾ, അതായത് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസുമാണ്. ഓൾറെഡി ഇതെല്ലാം നമ്മളുടെ കേരള PSC ഡിഗ്രി ലെവൽ PYQ ടെസ്റ്റ് സീരീസിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ട്. ഇത്തവണ മറ്റ് എക്സാംസുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് എക്സാംസിൻ്റെ പ്രിപ്പറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ഈ PYQ ടെസ്റ്റ് എഴുതുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇനി ലാസ്റ്റ് മിനിറ്റ് ഇത് എഴുതാൻ സമയം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യമെങ്കിലും ചെയ്യുക. ഈ PYQ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. വെറുതെ എഴുതാതെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. ഇനി ഇതേ PYQസിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് ചോദിച്ച ചോദ്യങ്ങളെ ഒരു ചെറിയ ബുക്ക്ലെറ്റായി, ഒരു ചെറിയ PDF ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ സഹായമാകും. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ ആപ്പിലും ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് പോവുക. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഓരോ ചോദ്യവും ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയും പഠിക്കുക. എല്ലാവർക്കും ഉള്ള തോന്നലാണ് നമുക്ക് നമ്മുടെ പഠനം കംപ്ലീറ്റ് അല്ല എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ച് സമയം നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെയും പഠിച്ചുകൊണ്ടിരിക്കുക, തെറ്റുകൾ കുറയ്ക്കുക. ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്.